നിങ്ങളെല്ലാവരും എന്നോട് കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ഒരു ഐറ്റമാണ് മധുബനിയിൽ ഇതുപോലെ ചിക്കു ഷെയ്ഡിൽ വന്നിട്ടുള്ള സെറ്റ്. ഞാൻ എപ്പോഴും ഇടാറുള്ളപ്പോഴൊക്കെ ചോദിക്കും, കസ്റ്റമേഴ്സ് എപ്പോഴും റെഗുലർ കമൻറ്റ് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ മാത്രമാണ് റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ്. വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ സൈറ്റുമാണ് ബുക്കിംഗ്സ്. www.glitzindia.in സൈറ്റായിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കുറേ നാളുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്, റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതിൽ ഈ ഒരു ഷെയ്ഡ് ഞാൻ എപ്പോഴും ഇട്ടിട്ട് ചെയ്യാറുള്ളതാണ് വീഡിയോ. ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറേ നാൾ മുമ്പ് ഞാൻ തയ്ച്ചാണ് കേട്ടോ, അന്നുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, കോട്ടനാണ് ഫാബ്രിക്. യോക്കിൽ ഇതുപോലെ മധുബനി പെയിൻറ്റിങ്സാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു സ്ക്വയറിനൊക്കെ എടുക്കാവുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ പോകുന്നത്. മധുബനി പെയിൻറ്റിങ്സ് ചെറിയ മിറർ വർക്കും കൂടിയാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. ഇതിനിപ്പോൾ ഞാനൊരു പെൻസിൽ പാൻറ്റാണ് അന്ന് തയ്ച്ചതാണ്, കുറേ നാൾ മുമ്പ് തയ്ച്ചതാണ് കേട്ടോ. ഇത് സ്ട്രെയിറ്റ് പാൻറ്റോ അല്ലെങ്കിൽ ചുടിയോ ഒക്കെ തയ്ക്കുക. സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ച്ചാലും നല്ലതായിരിക്കും. കുറച്ച് എനിക്കൊരു ടൈറ്റ് ഫിറ്റ് ആയിട്ടുണ്ട്, കുറച്ച് തടി വെച്ചുകൊണ്ട് ഒരിച്ചിരി ടൈറ്റ് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു സെറ്റാണ്. അപ്പോൾ ചിക്കു ഷെയ്ഡ് എന്നോട് കുറേ പേര് ഷോപ്പിലും വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്കൊക്കെ അയച്ചു തരാം. ബാക്കിയുള്ളവർക്ക് വേണ്ടവർ നിങ്ങൾ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. 1120 ആണ് റേറ്റ്. ഒറ്റ പ്രൊഡക്റ്റ് ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇതിനൊത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു കളർ ഞാൻ കുറേ നാൾ മുമ്പ് കൊടുത്തിട്ട് ഇപ്പോഴാണത് ചെയ്ത് വന്നത്. കുറച്ച് ടൈം എടുക്കും ഇത് ചെയ്ത് വരാനായിട്ട്. ഇതാണ് ഫാബ്രിക്. ഇത്തവണ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് വന്നേക്കുന്നത്. പണ്ട് ഇത് വരുമ്പോൾ നമുക്ക് 45 ഒക്കെ ലെങ്ത്ത് കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണിത് വന്നേക്കുന്നത് കേട്ടോ. ഈ ഒരു ബോർഡേഴ്സ് നിങ്ങൾക്ക് സ്ലീവ്സിൽ വെക്കാവുന്ന രീതിയിലാണ്. അന്ന് ഞാൻ തയ്ച്ചപ്പോൾ ഇത് ഫ്രണ്ടിൽ ഈ ഒരു ബോർഡർ കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ട്രെൻഡിങ്, എല്ലാവരും അങ്ങനെ ബോർഡർ ഫ്രണ്ടിൽ കൊടുക്കാറില്ല. ഇപ്പോൾ പ്ലെയിനായിട്ട് തയ്ക്കാം കേട്ടോ. അന്ന് കുറേ നാൾ മുമ്പ് തയ്ച്ചതാണ് ഈ പാറ്റേൺ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ്സിൽ ഇതുപോലെ ആ ബോർഡർ കൊടുക്കാം. നല്ലൊരു സ്ക്വയറിനൊക്കെ എടുക്കുക. സ്ക്വയറിനൊക്കെ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി 6 ഇഞ്ചൊക്കെയാണ് നെക്കിന് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 ഇഞ്ച് മുകളിലേക്കാക്കി, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് മുകളിലേക്കാക്കി ഒരു 5.5 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്വയർ എപ്പോഴും എടുക്കുമ്പോൾ കറക്റ്റ് സ്ക്വയറിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി വൈഡായി പോകില്ല. അതല്ലെങ്കിൽ റൗണ്ടിനൊക്കെ നമ്മൾ 6 എടുക്കും, സ്ക്വയറും 6 എടുത്താൽ ഭയങ്കര വൈഡായി പോകും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ അത് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ എടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് ബോർഡർ താഴെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്താലും ഇടാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫാബ്രിക് വരിക. ബോട്ടം ഇങ്ങനെ കോട്ടൺ, നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. 1120 ആണ് റേറ്റ്. ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്ത്, കാരണം ഇത് ഭയങ്കര പാടാ കിട്ടാനായിട്ട്. കുറേ നാൾ കൂടി ഇരുന്നാണ് ചെയ്ത് നമുക്ക് വരുന്നത്. ദുപ്പട്ടൊക്കെ നല്ല കംഫർട്ടബിളാണ്, നല്ല സോഫ്റ്റാണ്, ഭയങ്കര ഒരു ട്രഡീഷണൽ എത്നിക് ലുക്ക് തരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീക്കിങ് വിത്ത് അതർ വീഡിയോ.